Welcome to Easy Learning 21. So, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതാണ് പാർട്ട് 2 ഓഫ് കെമിക്കൽ ഈക്വേഷൻസ് ആൻഡ് റിയാക്ഷൻ ക്ലാസ് 10 cbse ചാപ്റ്റർ. സോ അതിൻ്റെ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ടോപ്പിക്കാണ് ഇന്ന് കവർ ചെയ്യുന്നത് നമ്മൾ. ഇത് കഴിഞ്ഞിട്ട് വേറൊരു പാർട്ടും കൂടെ ഉണ്ട്, ഓൺലി വൺ മോർ പാർട്ട്. അത് കഴിഞ്ഞിട്ട് ഈ ചാപ്റ്റർ എൻഡ് ആകും. ഓക്കെ, സോ ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫോർ CBSE ബോർഡ് എക്സാം. സോ പ്ലീസ് ബി കെയർഫുൾ ആൻഡ് ബി അറ്റൻറ്റീവ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ക്ലാസ് 9 നമ്മൾ ഒരു കാര്യം പഠിച്ചായിരുന്നു, ദാറ്റ് ഡ്യൂറിംഗ് എ കെമിക്കൽ റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം ആ കെമിക്കൽ റിയാക്ഷൻ കഴിയുമ്പം എലിമെൻറ്റ്സ് ചേഞ്ച് ആകത്തില്ല. ഓക്കെ, ആ കെമിക്കൽ റിയാക്ഷനിൽ ഇൻവോൾവ്ഡ് എലിമെൻറ്റ്സ് തന്നെയായിരിക്കും പ്രൊഡക്ട്സിൽ നമുക്ക് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, കാൽഷ്യമിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആയെന്ന് ഓർത്തോ, അത് കഴിയുമ്പം അത് സോഡിയമിലോട്ട് കൺവേർട്ട് ആകത്തില്ല, കാൽഷ്യം തന്നെയായിരിക്കും. അതാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് ഈസ് not do atoms disappear from the mixture or appear from somewhere else, which means that നമ്മളിപ്പം ആ കെമിക്കൽ റിയാക്ഷനിൽ നടന്ന റിയാക്റ്റൻസ് ഇല്ലേ, അതൊരിക്കലും ഒരു റിയാക്റ്റൻറ്റും അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു എലിമെൻറ്റും ഡിസപ്പിയർ ആകത്തില്ല, കാണാതൊന്നും പോകത്തില്ല. ഓക്കെ, ആ കെമിക്കൽ റിയാക്ഷനിൽ ഇൻവോൾവ് എല്ലാ എലിമെൻസും ആ റിയാക്ഷനിൽ തന്നെ കാണും, നമുക്ക് കാണാൻ പറ്റും ആഫ്റ്റർ ദ റിയാക്ഷൻ ഓൾസോ. അപ്പോൾ ഡ്യൂറിംഗ് എ കെമിക്കൽ റിയാക്ഷൻ ഒരു സംഭവമേ നടക്കത്തുള്ളൂ, വിച്ച് ഇസ് ദാറ്റ് രണ്ട് റിയാക്റ്റൻസ് കൂടി വേറൊരു ന്യൂ കമ്പൗണ്ട് ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, മാഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ക്രിയേറ്റ്സ് മാഗ്നീഷ്യം ഓക്സൈഡ്. ഓക്കെ, ദിസ് വാസ് ദി എക്സാമ്പിൾ. സോ ഓൺ ദ ബേസിസ് ഓഫ് ദിസ്, ഇതിൻ്റെ ബേസിസിൽ നമുക്ക് 5 കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് പഠിക്കണം. ഫോർ എക്സാമ്പിൾ, കോമ്പിനേഷൻ റിയാക്ഷൻ, ഇതൊരു കെമിക്കൽ റിയാക്ഷൻ. ഇങ്ങനെ 5 കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് നമുക്കിതിൽ പഠിക്കണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇറ്റ്സ് റിയലി ഈസി. ആൻഡ് ഓൾസോ നമ്മളൊരു കെമിക്കൽ റിയാക്ഷനെ കുറിച്ച് പഠിക്കുമ്പം ആ കെമിക്കൽ റിയാക്ഷൻ്റെ ഡെഫിനേഷൻ, ഓക്കെ, ആ കെമിക്കൽ റിയാക്ഷൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ അറിയണം. സെക്കൻഡ്, അതിന് കെമിക്കൽ റിയാക്ഷൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ അറിയണം. തേർഡ് ഇസ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സും പോയിന്റ്സും ഫീച്ചേഴ്സും ഒക്കെ നിങ്ങൾ അറിയണം അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ എക്സാംസ്. കോമ്പിനേഷൻ റിയാക്ഷൻ. ഓക്കെ, ഈ റിയാക്ഷനിൽ ഒരു കുഞ്ഞ് ആക്ടിവിറ്റി ഉണ്ട്. ആക്ടിവിറ്റീസ് ഒരിക്കലും വിട്ടിട്ട് പോകല്ലേ, ബിക്കോസ് ആക്ടിവിറ്റീസിൽ നിന്ന് മാൻഡറ്ററി ക്വസ്റ്റൻസ് വരാറുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട് ദിസ് ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന ആദ്യം നമ്മളൊരു ചെറിയ ബീക്കർ എടുക്കണം. ഈ പാത്രമില്ലേ, ഇതാണ് ബീക്കർ. ബീക്കർ എടുത്തിട്ട് ക്വിക്ക് ലൈം അതിലോട്ട് ആഡ് ചെയ്യണം. ക്വിക്ക് ലൈമിൻ്റെ പിക്ചർ ഞാനിവിടെ പേസ്റ്റ് ചെയ്തേക്കാം. ക്വിക്ക് ലൈം അതിലോട്ട് ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ലോലി വാട്ടറും ആ ബീക്കറിൻ്റെ അകത്തോട്ട് തന്നെ ആഡ് ചെയ്യണം. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ബീക്കർ ഒന്ന് ടച്ച് ചെയ്ത് നോക്കണം. ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ആവും ദാറ്റ് ആ ബീക്കറിൽ ചൂടാകാൻ തുടങ്ങി. ഓക്കെ, ചൂടാകാൻ അതെന്താ ചൂടാകുന്നത്? ബിക്കോസ് ഈ നമ്മൾ കാൽഷ്യം ഓക്സൈഡ്, വിച്ച് ഇസ് ക്വിക്ക് ലൈം, അത് ആഡ് ചെയ്തില്ല ഈ വാട്ടറിൻ്റെ അകത്ത്. അപ്പോൾ വാട്ടറും കാൽഷ്യം ഓക്സൈഡും രണ്ടും വിഗറസ്ലി റിയാക്ട് ചെയ്തിട്ട് എന്തോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്ലേറ്റഡ് ലൈം. അപ്പം ഈ ഒരു റിയാക്ഷനിലാണ് ആ ബീക്കർ ചൂടാകുന്നത്. സ്ലേറ്റഡ് ലൈമിന് നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്നും പറയാറുണ്ട്. സോ ഇതിന് നമുക്ക് എന്തുവാ മനസ്സിലായത്? ക്വിക്ക് ലൈം വിച്ച് ഇസ് CaO, ഈ CaO റിയാക്ട് ചെയ്യും വാട്ടറിൻ്റെ കൂടെ, വിച്ച് ഇസ് H2O. ഇത് രണ്ടും റിയാക്ട് ചെയ്തിട്ട് എന്തോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്ലേറ്റഡ് ലൈം വിച്ച് ഇസ് CaOH2. ഓക്കെ, CaO നിങ്ങൾ എക്സാമിൽ നിങ്ങളോട് ചോദിക്കും ഈക്വേഷൻ എഴുതാൻ, ആ ഫുള്ള് ഒരു റിയാക്ഷൻ്റെ ഈക്വേഷൻ എഴുതാൻ. സോ വാട്ട് വിൽ യു റൈറ്റ്? ഈ ഹോൾ ഈക്വേഷൻ നിങ്ങൾ എഴുതണം ഇൻ യുവർ എക്സാം. ഈക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ ഈ ഹോൾ ഈക്വേഷൻ നിങ്ങൾ എഴുതണം. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ഈ കാൽഷ്യം ഓക്സൈഡിന് എന്തോ പറയുന്നത്? ക്വിക്ക് ലൈം എന്നാണ് പറയുന്നത്. ഇത് മെമ്മറൈസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഇത് മെമ്മറൈസ് ചെയ്യണം. സ്ലേറ്റഡ് ലൈമിന് നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡും പറയാറുണ്ട്. ഇതും മെമ്മറൈസ് ചെയ്യണം. ഓക്കെ, സോ ഈ പേരുകളെല്ലാം നല്ലപോലെ മെമ്മറൈസ് ചെയ്താലേ എക്സാമിൽ ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. Such a reaction in which a single product is formed from 2 or more reactants is known as combination reaction. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ റിയാക്ഷനിൽ എന്തോ നടന്നത്? രണ്ട് റിയാക്റ്റൻസ് ഉണ്ടായിരുന്നു, രണ്ടും കമ്പൈൻ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ഫോം ആയി. അപ്പോൾ ഇങ്ങനത്തെ ഒരു റിയാക്ഷനിലെ രണ്ട് റിയാക്റ്റൻസ് രണ്ടും കമ്പൈൻ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് മാത്രം ഫോം ചെയ്യുന്ന റിയാക്ഷൻസിനാണ് നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. എന്തുവാ കോമ്പിനേഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്? സോ റിമെമ്പർ ദിസ്, ഇതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ്റെ ഫുൾ ഡെഫിനേഷൻ. ഓക്കെ, ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ പറഞ്ഞായിരുന്നു, നമ്മളൊരു റിയാക്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ ആൻഡ് അതിൻ്റെ എക്സാമ്പിളും ഓർമ്മ വെച്ചുകൊണ്ട് പോകണം. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഇത് വരാറുണ്ട് എക്സാമിൽ. സോ ഈ എക്സാമ്പിളും ഈ ഡെഫിനേഷനും രണ്ടും മെമ്മറൈസ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ് ഫോർ കോമ്പിനേഷൻ റിയാക്ഷൻ. ഈ ഇവിടെ കൊടുത്തേക്കുന്ന ഈ സ്ലേറ്റഡ് ലൈമിൻ്റെ സൊല്യൂഷൻ ഫോം ആയിട്ടില്ലേ, ഈ CaOH2 ഇതിൻ്റെ ഈ സൊല്യൂഷൻ എന്തിനാണ് യൂസ് ആകുന്നതെന്ന് അറിയാം? വൈറ്റ് വാഷിങ്ങിൻ്റെ പണിയിലാണ് ഇത് യൂസ് ആകുന്നത്. സോ ഇൻ എക്സാം നിങ്ങളോട് ചോദിക്കും, ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എക്സ്. ഓക്കെ, അതിൻ്റെ സൊല്യൂഷനും കൊണ്ട് എന്തുവാ വൈറ്റ് വാഷിങ്ങിൽ അത് യൂസ് ആകുന്നുണ്ട്. പ്രൊഡക്റ്റ് എക്സിൻ്റെ സൊല്യൂഷൻ വൈറ്റ് വാഷിങ്ങിൽ യൂസ് ആകുന്നുണ്ട്. ഓക്കെ, സോ യു വിൽ റൈറ്റ് സ്ലേറ്റഡ് ലൈം. ഓക്കെ, സ്ലേറ്റഡ് ലൈമാണ് പ്രൊഡക്റ്റ് എക്സ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ വൈറ്റ് വാഷിംഗ്. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്, അത് എന്തിൻ്റെ സൊല്യൂഷനും കൊണ്ട് ഉണ്ടാകുന്നത്, എന്ത് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത്? സോ യു ഹാവ് ടു റൈറ്റ് അത് ഉണ്ടാകുന്ന ക്വിക്ക് ലൈം വിച്ച് ഇസ് കാൽഷ്യം ഓക്സൈഡ് ആൻഡ് വാട്ടർ. അത് രണ്ടും റിയാക്ട് ചെയ്യുമ്പോൾ ക്വിക്ക് ലൈം ആൻഡ് വാട്ടർ രണ്ടും റിയാക്ട് ചെയ്യുമ്പോൾ സ്ലേറ്റഡ് ലൈം വിച്ച് ഇസ് CaOH2 അത് പ്രൊഡ്യൂസ് ആറുണ്ട് ആൻഡ് ദാറ്റ് ഇസ് യൂസ്ഡ് ഫോർ വൈറ്റ് വാഷിംഗ്. ഓക്കെ, അങ്ങനെയും ക്വസ്റ്റൻസ് വരാറുണ്ട്. സോ ദിസ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, ഹിയർ ആർ സം മോർ എക്സാമ്പിൾസ് ഓഫ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഇതിൽ കണ്ടോ, ബേണിംഗ് ഓഫ് കോൾ, സെക്കൻഡ് ഇസ് ഫോർമേഷൻ ഓഫ് വാട്ടർ ഫ്രം H2 ആൻഡ് O2. സോ ഇതിലെന്താ കാർബണിൽ നമ്മൾ ഓക്സിജൻ റിയാക്ട് ചെയ്തിട്ട് അതൊരു ഗ്യാസ് ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, സോ ബേണിംഗ് ഓഫ് കോൾ ഈസ് വൺ എക്സാമ്പിൾ. ഇതിലും രണ്ട് റിയാക്ടൻസ് ഉണ്ട്. ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഫോം ആകുന്നു, ഇവിടെയും രണ്ട് റിയാക്ടൻസ് ഉണ്ട്, ഒരു പ്രൊഡക്റ്റ് ഫോം ആകുന്നു. സോ ദിസ് ഈസ് ഓൾസോ എക്സാമ്പിൾ ഓഫ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഓക്കെ, കോമ്പിനേഷൻ റിയാക്ഷൻ. സോ റിമെമ്പർ ദിസ്. ഓക്കെ, രണ്ട് റിയാക്ടൻസും ഒരു പ്രൊഡക്റ്റും ഫോം ആകുന്നതെല്ലാം എന്തുവാ? കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. ഇൻ എക്സാം യു ക്യാൻ ബി ആസ്ഡ്. ഓക്കെ, എന്താ പറയുന്നത്, ഒരു റിയാക്ഷൻ തരും, എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് ഏത് ടൈപ്പിലെ റിയാക്ഷനാണ്. സോ യു ഹാവ് ടു ആൻസർ അക്കോർഡിംഗ്ലി. അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ പറയണം. Reactions in which heat is released along with the formation of products are called exothermic chemical reactions. Okay,
ദിസ് മീൻസ് ഇപ്പം ഏതെങ്കിലും ഒരു റിയാക്ഷൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ ക്വിക്ക് ലൈമിൻ്റെ റിയാക്ഷൻ ചെയ്യിപ്പിച്ചില്ല. ഇവിടെ ഈ റിയാക്ഷൻ ഇതിൽ എന്തുവാ ഹീറ്റും പ്രൊഡ്യൂസ് ആയിട്ടുണ്ട്. ഓക്കെ, ഹീറ്റ് ഈസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് റിയാക്ഷൻ. സോ ഇഫ് യു ആർ ഡൂയിങ് സം റിയാക്ഷൻ, ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുക, അതിൽ ഹീറ്റും പ്രൊഡ്യൂസ് ആകുന്നുണ്ടെന്ന് ഓർത്തോ. അപ്പം അതെന്തുവാ ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എന്തുവാ അത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഇഫ് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കൂടെ ഹീറ്റും റിലീസ് ആകുന്നുണ്ട്, then it is what a exothermic reaction. Okay, so here are some examples of exothermic reaction. Let us look into it. Okay, first is burning of natural gas. Okay, so in this ബേൺ ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനത്തിന് നിങ്ങൾ കത്തിച്ചാൽ അതിൽ നിന്ന് ഹീറ്റ് പ്രൊഡ്യൂസ് ആവും. സിമിലർലി ഇവിടെ കണ്ടോ ബേണിംഗ് ഓഫ് കോൾ, വേർ ഹിയർ ഇത് കണ്ടോ ബേണിംഗ് ഓഫ് കോൾ, ഇതെന്തുവാ ഇവിടെയും കത്തുക. അപ്പോൾ ദിസ് ഇസ് ഓൾ that one is also a exothermic reaction. Okay, got it? It's easy. ഓർ എൽസ് നിങ്ങൾ ഇങ്ങനെ ഓർമ്മ വെച്ചാൽ മതി. എക്സോ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം. എക്സോ എന്ന് വെച്ചാൽ ഔട്ട്. ഓക്കെ, വെളിയിൽ. തെർമിക് എന്ന് വെച്ചാൽ ഈ തെർമൽ ഫ്ലാസ്കില്ലേ, നമ്മൾ ഫ്ലാസ്ക് യൂസ് ചെയ്യും, തെർമൽ ഫ്ലാസ്ക്. അതെന്തിനാണ് നമ്മൾ ചൂടതിൽ നിൽക്കാനല്ലേ യൂസ് ചെയ്യുന്നത്. സോ ഔട്ട് തെർമിക് എന്ന് വെച്ചാൽ ഹീറ്റ്. ഓക്കെ, തെർമിക് എന്ന് വെച്ചാൽ ഹീറ്റ്. സോ വെളിയിൽ ചൂട് വന്നാൽ ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് എൻ എക്സോതെർമിക് റിയാക്ഷൻ. ഓക്കെ, ഗോട്ട് ഇറ്റ്? ആൻഡ് ദെൻ ഈ ഒരു ഫോമുല ഇല്ലേ, നാച്ചുറൽ ഗ്യാസിൻ്റെ ഈ ഫോമുല CH4 2O2 രണ്ടും എന്തുവാ കത്തിച്ചു. നമ്മൾ കത്തിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ പ്രൊഡ്യൂസ് ആയ CO2 വെച്ച് നോർമൽ എന്തെങ്കിലും നിങ്ങൾ കത്തിക്കുക, അതിന് കാർബൺ ഡൈ ഓക്സൈഡും 2H2O മീൻസ് വാട്ടർ വേപ്പർ രണ്ടും റിലീസ് ആവും. സോ ഈ ഫുള്ളൊരു ഫോമുല ഇത് മെമ്മറൈസ് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് ഇസ്, ഡു യു നോ ദാറ്റ് റെസ്പിറേഷൻ ഇസ് ആൻ എക്സോതെർമിക് പ്രോസസ്. റെസ്പിറേഷൻ അല്ല നമ്മുടെ ബോഡി നടക്കുന്ന ഒരു പ്രോസസ്സാണ് റെസ്പിറേഷൻ. ആ റെസ്പിറേഷൻ എന്തുവാ ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്. ദിസ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ. ഇത് CBSE ന്യൂമറസ് ടൈംസ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. സോ പ്ലീസ് മെമ്മറൈസ് ഇറ്റ്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് അറിയാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് ആർ ബ്രോക്കൻ ഡൗൺ ടു ഫോം ഗ്ലൂക്കോസ്. ഇപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുമ്പം അതെന്തോ ഒരു ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. നിങ്ങൾക്ക് പൊട്ടാറ്റോ കഴിച്ചാലും എന്ത് കഴിച്ചാലും ചോറ് കഴിച്ചാലും അതൊക്കെ എന്തോ ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് നിങ്ങൾ കഴിക്കുന്നത്. സോ ആ കാർബോഹൈഡ്രേറ്റിലെ ബോഡിക്കകത്ത് നിന്നിട്ട് ബ്രേക്ക് ഡൗൺ ആവും. ഓക്കെ, അതിനെ എൻസൈംസ് ഒക്കെ കൂടി അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതെന്തോ ഫോം ആക്കുന്നത് ഗ്ലൂക്കോസ് ആണ് ഫോം ആക്കുന്നത്. ദെൻ ദിസ് ഗ്ലൂക്കോസ് കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ഇൻ ദ സെൽസ് ഓഫ് അവർ ബോഡി ആൻഡ് പ്രൊവൈഡ്സ് എനർജി. അത് കഴിഞ്ഞിട്ട് ഈ ഗ്ലൂക്കോസ് നമ്മുടെ സെൽസിൽ ഓക്സിജൻ ഉണ്ട്. റൈറ്റ്, നമ്മുടെ ബോഡിക്കകത്ത് ഓക്സിജൻ ഉണ്ട്. സോ നമ്മുടെ ബോഡിക്കകത്ത് സെൽസിൻ്റെ അകത്തും ഓക്സിജൻ ഉണ്ട്. സോ ഈ ബ്രേക്ക് ഡൗൺ ആയ ഗ്ലൂക്കോസ് കമ്പൈൻ ആകും വിത്ത് ദ ഓക്സിജൻ ഇൻ ദ സെൽസ് ഓഫ് അവർ ബോഡി. നമ്മുടെ സെൽസിലുള്ള ഓക്സിജനിൻ്റെ കൂടെ ഇത് കമ്പൈൻ ആയി കഴിഞ്ഞിട്ടാണ് നമുക്ക് എനർജി കിട്ടുന്നത്. ഓക്കെ, സോ ദിസ് സ്പെഷ്യൽ നെയിം ഓഫ് ദിസ് റിയാക്ഷൻ ഇസ് റെസ്പിറേഷൻ. ഈ ഒരു റിയാക്ഷനിലെ അതിൻ്റെ പേരാണ് റെസ്പിറേഷൻ. ഗോട്ട് ഇറ്റ്? ദെൻ ഇവിടെ ഇതിൻ്റെ ഈക്വേഷനും കൊടുത്തിട്ടുണ്ട്. ഈ C6H12O6 ഇല്ലേ, ഇതാണ് ഗ്ലൂക്കോസ്. ഓക്കെ, ഗ്ലൂക്കോസ് ഓക്സിജൻ്റെ കൂടെ കമ്പൈൻ ആയിട്ട് എന്തുവാ ഫോം ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ്. ഒബ്വിയസ്ലി കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എക്സൈൽ ചെയ്ത് വിടുന്നത്. ഓക്കെ, സോ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ആയി പ്ലസ് വാട്ടർ വേപ്പർ ഫോം ആയി ഒബ്വിയസ്ലി. ആൻഡ് ദെൻ എനർജി. ഈ എനർജി തന്നെയാണ് ഹീറ്റ്. അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ആകുന്ന എല്ലാ റിയാക്ഷൻസും എന്തുവാ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. സോ ദിസ് റെസ്പിറേഷൻ ഇസ് ഓൾസോ എക്സോതെർമിക് റിയാക്ഷൻ. റൈറ്റ്, സോ ഈ ഈക്വേഷൻ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് എപ്പോഴും എക്സാമിൽ വരാറുണ്ട്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്ലീസ് സ്റ്റഡി ഇറ്റ്. ഓക്കെ, thoroughly. Now സോ നിങ്ങളോട് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുക. ഈ ക്വസ്റ്റൻ തന്നിട്ട് ഡു യു നോ ദാറ്റ് റെസ്പിറേഷൻ, ഈ ക്വസ്റ്റൻ തന്നിട്ട് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ ഫുൾ ഡെഫിനേഷൻ എഴുതണം. അത് കഴിഞ്ഞിട്ട് ഈ ഈക്വേഷനും എഴുതണം. ഓക്കെ, സോ ഇവിടെ നമ്മളിപ്പം ഒരു ഈക്വേഷൻ, സെക്കൻഡ് ഈക്വേഷൻ, തേർഡ് ഈക്വേഷൻ, ഫോർത്ത് ഈക്വേഷൻ, ഫിഫ്ത്ത് ഈക്വേഷൻ. സോ ഇവിടെ തന്നെ 3 ഈക്വേഷൻസ് ആയി. അപ്പോൾ ഈ ഹോൾ ഈക്വേഷൻസ് നിങ്ങൾ ലേണും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോകണം. ബിക്കോസ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ തന്നെ ഈക്വേഷനും ഡെഫിനേഷൻസും എഴുതാൻ എക്സാമിൽ വരാൻ ചാൻസസ് ഒത്തിരി കൂടുതൽ, എല്ലാ വർഷവും വരാറുണ്ട്. സോ യാ, തേർഡ്. അപ്പം ഇവിടെ നമ്മൾ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലെറ്റ് us discuss some more this is exothermic reaction. exothermic reactionsൻ്റെ എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ബേണിംഗ് ഓഫ് നാച്ചുറൽ ഗ്യാസ് നമ്മൾ പഠിച്ചു. എന്നിട്ട് റെസ്പിറേഷൻ നമ്മുടെ ബോഡി നടക്കുന്നത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണെന്ന് പഠിച്ചു. ഇനി ദ ഡീകമ്പോസിഷൻ ഓഫ് വെജിറ്റബിൾ മാറ്റർ ഇൻ ടു കമ്പോസ്റ്റ് ഇസ് ഓൾസോ എൻ എക്സാമ്പിൾ ഓഫ് എക്സോതെർമിക് റിയാക്ഷൻ. വിച്ച് മീൻസ് നമ്മളിപ്പം വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേസ്റ്റ് ഇല്ല, അത് നമ്മൾ ഗ്രൗണ്ടിലോട്ട് ഇടുക. എവിടെയെങ്കിലും ഒരു ഗ്രൗണ്ടിലോ താഴെ റോഡിലോ എവിടെയെങ്കിലും ഒക്കെ ഇടുവാന്ന് ഓർത്തോ. അപ്പം അത് ഡീകമ്പോസ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് അളിഞ്ഞ് പയ്യെ അതങ്ങ് ഡിസപ്പിയർ ആയിപ്പോൾ. അതും എന്തുവാ അതിനാ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. അതും എന്തുവാ ഒരു എക്സോതെർമിക് റിയാക്ഷൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ബിക്കോസ് ഇതിലും എന്തുവാ ഹീറ്റ് പ്രൊഡ്യൂസ് ആകാറുണ്ട്. ഓക്കെ, സോ ഇതെല്ലാം എന്തായിരുന്നു കോമ്പിനേഷൻ റിയാക്ഷൻ്റെ ഒരു പാർട്ടായിരുന്നു. ഇതുകൊണ്ട് നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻ നമ്മുടെ ആ ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് എന്തിലാണ് ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ നമ്മൾ എത്തി. ഓക്കെ, ഈ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഈ റിയാക്ഷൻ കോമ്പിനേഷൻ റിയാക്ഷൻ്റെ ക്വൈറ്റ് ഓപ്പോസിറ്റാണ്. കോമ്പിനേഷൻ റിയാക്ഷൻ്റെ ഓപ്പോസിറ്റാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. സോ ഇത് നമുക്ക് പഠിക്കാം ത്രൂ ദിസ് ആക്ടിവിറ്റി. ഓക്കെ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ കോമ്പിനേഷൻ റിയാക്ഷൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. ഇനി നമുക്ക് ആക്ടിവിറ്റി നോക്കിയിട്ട് മനസ്സിലാകും അത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്തുവാണ്. സോ ലെറ്റ് us start. Activity 1.5. Okay, so in this activity നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് take 2 gram of ferrous sulfate crystals in a dry boiling tube. ഒരു ഡ്രൈ ബോയിലിംഗ് ട്യൂബ് എടുക്കണം. ലൈക്ക് ദിസ്. ഇത് കണ്ടോ, ഈ പിക്ചറിൽ നമുക്ക് കാണാം ഡ്രൈ ബോയിലിംഗ് ട്യൂബ് ലൈക്ക് ദിസ്. ഈ ഒരു ഇങ്ങനത്തെ ഒരു ബോയിലിംഗ് ട്യൂബ് എടുക്കണം. എന്നിട്ട് അതിൽ 2 gram എന്തിൻ്റെ 2 gram ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസിൻ്റെ 2 gram. ഫെറസ് എന്ന് വെച്ചാൽ അയൺ വിച്ച് ഇസ് Fe. സൾഫേറ്റ് എന്ന് വെച്ചാൽ SO4. ഞാൻ പറഞ്ഞു പ്രീവിയസ് വീഡിയോയിൽ അത് മെമ്മറൈസ് ചെയ്യാൻ. സോ FeSO4 2 grams of FeSO4 ക്രിസ്റ്റൽസ് എടുക്കണം. ഇതിൻ്റെ കളർ ഗ്രീൻ ആണ്. ഓക്കെ, റിമെമ്പർ ദിസ്. ദെൻ നോട്ട് ദ കളർ ഓഫ് ദ ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ്. ആ ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസിൻ്റെ കളർ നമുക്ക് നോട്ട് ചെയ്ത് വെക്കണം. ഹീറ്റ് ദ ബോയിലിംഗ് ട്യൂബ് ഓവർ ദ ഫ്ലെയിം ഓഫ് എ ബർണർ ഓർ സ്പിരിറ്റ് ലാമ്പ് ആസ് ഷോൺ ഇൻ ഫിഗർ 1.4. സോ ഇൻ ദിസ് റിയാക്ഷൻ നമുക്കൊരു ഡ്രൈ ബോയിലിംഗ് ട്യൂബ് എടുക്കണം, ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കണം. അതിൻ്റെ അകത്ത് 2 grams ഓഫ് ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ് ഇടണം. ഓക്കെ, 2 grams ഓഫ് എന്തോ ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽ. ഫെറസ് എന്ന് വെച്ചാൽ അയൺ വിച്ച് ഇസ് Fe ആൻഡ് സൾഫേറ്റ് എന്ന് വെച്ചാൽ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞത് മെമ്മറൈസ് ചെയ്യാൻ വിച്ച് ഇസ് SO4. ഓക്കെ, അതിൻ്റെ 2 grams ഓഫ് ക്രിസ്റ്റൽസ് ഇടണം. ഈ ക്രിസ്റ്റലിലെ ഗ്രീൻ കളറാണ്. ഓക്കെ, റിമെമ്പർ ദിസ്. നൗ അത് ഹീറ്റ് ചെയ്തിട്ട് പറഞ്ഞേക്കുന്നത്
അത് ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ കളർ ഒബ്സർവ് ചെയ്യണം. ക്രിസ്റ്റൽസ്, ആ ക്രിസ്റ്റൽസ് ഇല്ലേ, അത് ഹീറ്റ് ആയി കഴിയുമ്പോൾ ഏത് കളറിലായിരിക്കും അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ 2 grams ഓഫ് ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽ. ഇപ്പോൾ ഫെറസ് സൾഫേറ്റ് മാത്രമായിരുന്നെങ്കിൽ നമ്മൾ എന്തോ എഴുതുന്നതിൻ്റെ ഫോർമുല FeSO4 എന്നായിരിക്കും എഴുതുന്നത്. പക്ഷേ ഇവിടെ ക്രിസ്റ്റൽസ് ഉണ്ട്, റൈറ്റ്? ഇവിടെ ക്രിസ്റ്റൽ ഫെറസ് സൾഫേറ്റ് മാത്രമല്ല, ഇവിടെ ക്രിസ്റ്റൽസും പ്രസന്റ് ആണ്. സോ ഇതിൻ്റെ ഫോർമുല എന്തായിരിക്കും? FeSO4.7H2O മീൻസ് 7 molecules ഓഫ് H2O പ്രസന്റ് ആണ് അതിൽ. ഓക്കെ, സോ റിമെമ്പർ ദിസ് തിങ്. അത് കഴിഞ്ഞിട്ട് അത് ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള വാട്ടർ വേപ്പർ ഇല്ല, അതെല്ലാം അങ്ങ് ഇവാപ്പറേറ്റ് ആയിട്ട് പോകും. ഓക്കെ, ബാക്കി എന്തുവാ റിമെയിൻ ചെയ്യുന്നത്? ഫെറസ് സൾഫേറ്റ് മാത്രമായിരിക്കും റിമെയിൻ ചെയ്യുന്നത് ആ ടെസ്റ്റ് ട്യൂബിൽ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ. വാട്ട് വിൽ യു ഒബ്സർവ്? നിങ്ങൾ എന്തായിരിക്കും ഒബ്സർവ് ചെയ്യുന്നത് അറിയാം? ഈ ഗ്രീൻ കളറിലെ ക്രിസ്റ്റലിൻ്റെ ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റലിൻ്റെ ഗ്രീൻ കളർ അങ്ങ് ചേഞ്ച് ആകും. ഓക്കെ, ഗ്രീൻ കളർ ഓഫ് ദ ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ് ഹാസ് ചേഞ്ച്ഡ്. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഓഡോർ വരും, വിച്ച് മീൻസ് ഒരു സ്മെല്ല് വരും നിങ്ങൾക്ക്. എന്തിൻ്റെ സ്മെല്ലായിരിക്കും അത്? സൾഫർ കത്തുന്ന സ്മെല്ലായിരിക്കും. സൾഫർ കത്തുമ്പോൾ ഏത് സ്മെല്ലാണെന്ന് അറിയാം? നമ്മൾ ഈ തീപ്പെട്ടി കത്തിച്ചിട്ട് അത് കളയുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലില്ലേ, അത് കത്തുമ്പോൾ ആ സ്മെല്ലായിരിക്കും സൾഫർ ബേൺ ആകുമ്പോഴത്തെ സ്മെല്ല്. അപ്പം ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ് ബേൺ ആകുമ്പോൾ അതിൻ്റെ ഗ്രീൻ കളർ ചേഞ്ച് ആവും. ആൻഡ് ഓൾസോ അതിനൊരു ഓഡോർ വരും. ഓക്കെ, ആ ഓഡോർ എങ്ങനെയായിരിക്കും? അത് നിങ്ങൾ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ദാറ്റ് അത് ഈ തീപ്പെട്ടി കത്തിച്ച് കഴിയുമ്പോൾ വരുന്ന സ്മെല്ല് പോലെ തന്നെയായിരിക്കും സൾഫർ ബേൺ ആകുമ്പോഴത്തെ സ്മെല്ല്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഉണ്ട് ഈ ഇക്വേഷൻ. സോ 2 FeSO4 വിച്ച് ഇസ് ഫെറസ് സൾഫേറ്റ്, ഹീറ്റ് കൊടുത്തപ്പം Fe2O3 വിച്ച് ഇസ് ഫെറിക് ഓക്സൈഡ്, എന്നിട്ട് സൾഫർ ഡയോക്സൈഡ് ആൻഡ് സൾഫർ ട്രയോക്സൈഡ്. ഇവിടെ 2 ഉണ്ടെങ്കിൽ ഡയോക്സൈഡ്, 3 ഉണ്ടെങ്കിൽ ട്രയോക്സൈഡ്. ഓക്കെ, ഗോട്ട് ഇറ്റ്? ഫെറസ് സൾഫേറ്റ് സോളിഡ് സ്റ്റേറ്റിലായിരിക്കും, ഫെറിക് ഓക്സൈഡ് സോളിഡ് സ്റ്റേറ്റിലാണ്. ഇത് ഗ്യാസ് ആണ്, ഇത് രണ്ടും ഗ്യാസ് ആണ്. ഓക്കെ, SO2 and SO3 are in gas forms. Now let's read its definitions. Okay, single reactant breaks down to give simple product. This is decomposition reaction. So decomposition reaction ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഫെറസ് സൾഫേറ്റ് ഇതിൻ്റെ മാത്രം കെമിക്കൽ റിയാക്ഷൻ കഴിച്ചപ്പം ഇതിന് നമുക്ക് 3 ഡിഫറെൻറ്റ് എന്തോ പ്രൊഡക്ട്സ് നമുക്ക് ഫോം ആയി. ഓക്കെ, 1 റിയാക്ടൻറ്റ് ആൻഡ് സോ മെനി അതർ പ്രൊഡക്ട്സ് ഫോം ആയി. ഓക്കെ, ബട്ട് ഇൻ കോമ്പിനേഷൻ റിയാക്ഷൻ എന്തായിരുന്നു? 2 കൂടുതലോ റിയാക്ടൻസ് കൂടി ഒരു പ്രൊഡക്റ്റ് മാത്രമായിരുന്നു ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് വൈ കോമ്പിനേഷൻ റിയാക്ഷൻ ആൻഡ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആർ ടോട്ടലി ഓപ്പോസിറ്റ് ഓഫ് ഈച്ച് അതർ. ഓക്കെ, ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ ഒരു റിയാക്ടൻ കൊണ്ട് ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഇൻ കോമ്പിനേഷൻ റിയാക്ഷൻ 2 കൂടുതലോ റിയാക്ടൻസും കൊണ്ട് ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ റിമെമ്പർ ദിസ്. ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ് FeSO4.7H2 ലൂസ് വാട്ടർ വെൻ ഹീറ്റഡ്. അത് തന്നെയാണ് ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസിനെ നമ്മൾ ടെസ്റ്റ് ട്യൂബ് ഇട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ അതിന് വാട്ടർ എല്ലാം ഇവാപ്പറേറ്റ് ആയിട്ടങ്ങ് പോകും. ആൻഡ് ദ കളർ ഓഫ് ദ ക്രിസ്റ്റൽ ചേഞ്ചസ്. അപ്പോഴാണ് ആ ക്രിസ്റ്റൽസിൻ്റെ കളർ ഗ്രീനിന്ന് ചേഞ്ച് ആകുന്നത്. ഇത് ദെൻ ഡീകമ്പോസസ് ടു ഫെറിക് ഓക്സൈഡ്. എന്നിട്ട് ഈ ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ് എന്തിൽ മാറും? ഫെറിക് ഓക്സൈഡ് Fe2O3 ഡീകമ്പോസ് ആകും. ദെൻ സൾഫർ ഡയോക്സൈഡ് ആൻഡ് സൾഫർ ഡയോക്സൈഡ് ആൻഡ് സൾഫർ ട്രയോക്സൈഡിലോട്ട് അത് ഡീകമ്പോസ് ആകും. ഓക്കെ, ഫെറിക് ഓക്സൈഡ് എന്താണ്? ഒരു സോളിഡ് ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫെറിക് ഓക്സൈഡ് ഇസ് എ സോളിഡ്. ഓക്കെ, വൈൽ SO2 and SO3 are gases. അത് മാത്രം ഉള്ളൂ. സോ ഡീകമ്പോസിഷൻ റിയാക്ഷൻ്റെ ഡെഫിനേഷൻ ആയിരുന്നു ഇത്, ആൻഡ് ദിസ് വാസ് ദി എക്സാമ്പിൾ. ഓക്കെ, ഇത് ഒത്തിരി പ്രാവശ്യം എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്. സോ പ്ലീസ് ബി കെയർഫുൾ വൈ ലേണിംഗ് ദിസ്. ഇനിയും ചെറിയ കാര്യങ്ങളും കൂടെ ഉണ്ട്. സോ ഡീകമ്പോസിഷൻ റിയാക്ഷൻ്റെ 1 more എക്സാമ്പിൾ ആണിത്. അപ്പോൾ കൊടുത്തേക്കുന്നത് ഡീകമ്പോസിഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ് ടു കാൽഷ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഓൺ ഹീറ്റിംഗ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ യൂസ് ഇൻ വേരിയസ് ഇൻഡസ്ട്രീസ്. ഓക്കെ, സോ ഇതാണ് കാൽഷ്യം കാർബോണേറ്റ്. ഓക്കെ, കാൽഷ്യം കാർബോണേറ്റിനെ ഹീറ്റ് കൊടുത്ത് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ അതെന്തോ ഫോം ആക്കുന്നത്? കാൽഷ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഫോം ആക്കുന്നത്. ഓക്കെ, സോ വി നോ ദാറ്റ് ഈ CaO എന്ന് വെച്ചാൽ ക്വിക്ക് ലൈം ആണ്. നമ്മൾ പ്രീവിയസ് വീഡിയോസിലും ലെക്ചേഴ്സിലും കേട്ടായിരുന്നു ദാറ്റ് കാൽഷ്യം ഓക്സൈഡ് ഇസ് ഓൾസോ നോൺ ആസ് ക്വിക്ക് ലൈം. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സിലെ ഈ ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷനിലെ ഇത് ഒത്തിരി വേരിയസ് ഇൻഡസ്ട്രീസിൽ യൂസ് ആകാറുണ്ട്. ഓക്കെ, 1 more important thing, കാൽഷ്യം ഓക്സൈഡ് അല്ലേ, കാൽഷ്യം ഓക്സൈഡിന് നമ്മൾ ക്വിക്ക് ലൈമും എന്നും പറയാറുണ്ട്. സോ ഇതിന് ഒത്തിരി യൂസസ് ഉണ്ട്. ഫസ്റ്റ് യൂസ് ഇതിൻ്റെയാണ് സിമെൻറ്റ്, മാനുഫാക്ചർ ഓഫ് സിമെൻറ്റ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസിൽ ഇതിൻ്റെ ഒത്തിരി യൂസ് ആകാറുണ്ട്. സോ ഇൻ എക്സാം ദേ കൻ ആസ്ക് യു ഒരു പ്രൊഡക്റ്റ് ഉണ്ട് X, ആ പ്രൊഡക്റ്റ് എന്തിലാണ് യൂസ് ആകുന്നത്? ഒരു പ്രൊഡക്റ്റ് ഉണ്ട് X, ആ പ്രൊഡക്റ്റ് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിംഗിൽ യൂസ് ആകാറുണ്ട്. സോ വാട്ട് ഇസ് ദാറ്റ് പ്രൊഡക്റ്റ്? യു വിൽ റൈറ്റ് CaO വിച്ച് ഇസ് ക്വിക്ക് ലൈം ഓർ കാർബൺ കാൽഷ്യം ഓക്സൈഡ്. ഓക്കെ, and next thing is that ഇവിടെയും you can see heat is ഈ റിയാക്ഷനിലും ഹീറ്റ് is used and in this reaction also heat is used. അപ്പം ഏതെങ്കിലും ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കുക, ആ ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ ഹീറ്റ് യൂസ് ആയിട്ടുണ്ടെന്ന് ഓർത്തോ. അപ്പം ആ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്തുവാ? തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, വിച്ച് എവർ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഏതെങ്കിലും ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ ഹീറ്റ് യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൻ തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഓക്കെ, സോ റിമെമ്പർ ദിസ്. Next, there is one more activity. ഒരു ആക്ടിവിറ്റി കൂടെ ഉണ്ട്. It is about thermal decomposition reaction. ഒരു എക്സാമ്പിൾ ആണ്. So let's read this activity. Take about 2 grams of lead nitrate powder in a boiling tube. ഒരു ബോയിലിംഗ് ട്യൂബ് എടുക്കണം, അതിൻ്റെ അകത്ത് 2 grams of lead nitrate powder എടുക്കണം. lead എന്ന് വെച്ചാൽ PB ആൻഡ് നൈട്രേറ്റ് എന്ന് വെച്ചാൽ NO3. സോ ഇതിൻ്റെ ഫോമിലാണ് PbNO3 ഹോൾ ട്വൈസ്. ഓക്കെ, അതെടുക്കണം ഒരു ബോയിലിംഗ് ടെസ്റ്റ് ട്യൂബിൽ. ഹോൾഡ് ദ ബോയിലിംഗ് ട്യൂബ് വിത്ത് പെയർ ഓഫ് ടോങ്സ്. ഇങ്ങനെ ഒരു പെയർ ഓഫ് ടോങ്സ് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഒരു പിടിക്കുന്ന സാധനം കൊണ്ട് ആ ട്യൂബ് തീൻ്റെ അടിയിൽ വെച്ചതിനെ ബേൺ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്തുവാ കാണാൻ പറ്റുന്നത്? ഒരു എമിഷൻ ഓഫ് ബ്രൗൺ ഫ്യൂംസ് ഇവിടെ കാണത്തില്ലേ, ബ്രൗൺ സ്മോക്ക് ഇങ്ങനെ ഇറങ്ങുന്നത്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദീസ് ഫ്യൂംസ് ആർ നൈട്രോജൻ ഡയോക്സൈഡ്. ഈ ഫ്യൂംസ് ഇറങ്ങുന്നത് എന്തുവാണെന്ന് അറിയാം? നൈട്രോജൻ ഡയോക്സൈഡ് ആണ്. So these emissions of brown fumes are nitrogen dioxide. ഈ കത്തി ഇറങ്ങുന്ന സ്മോക്ക് എന്തുവാ? നൈട്രോജൻ ഡയോക്സൈഡ്, which is NO2. And ഇവിടെ നടക്കുന്ന റിയാക്ഷൻ let us see.
സോ ഹിയർ നമ്മൾ ലീഡ് നൈട്രേറ്റ് എടുത്തു 2 PbNO3 whole twice and then അതിനെ ഹീറ്റ് കൊടുത്തപ്പം ഇത് ലീഡ് ഓക്സൈഡ് ആൻഡ് നൈട്രോജൻ ഡയോക്സൈഡ് പ്ലസ് ഓക്സിജൻ ആയിട്ട് ഫോം ആയി. സോ ദിസ് ഇസ് ഓൾസോ വാട്ട് എ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ബിക്കോസ് ഇവിടെ ഒരു റിയാക്ടൻ്റേ ഉള്ളൂ, അതിനെ ഹീറ്റ് കൊടുത്തപ്പം അത് സോ മെനി 3 products ഉണ്ടാക്കി. സോ 1 reactant and so many products. So this is what a thermal decomposition reaction. Why thermal? Because heat is applied. Okay. Decomposition reaction വേറൊരു എക്സാമ്പിൾ ഉണ്ട്. ഇവിടെ ഒരു ആക്ടിവിറ്റി, ലെറ്റ് us understand this. And activities are very important, don't skip it. Activities in the questions and reactions mandatorily വരും. So this whole activity is about electrolysis of water. Okay, ഇവിടെ എഴുതിയിട്ടുണ്ട് electrolysis of water. This whole reaction is about electrolysis of water, which means നമ്മൾ ഈ വാട്ടറിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക. ഈ വാട്ടറിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുക വിത്ത് ദ യൂസ് ഓഫ് വാട്ടർ. ഓക്കെ, സോറി, വിത്ത് ദ യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക. ദാറ്റ് ഈസ് ഇലക്ട്രോലിസിസ് ഓഫ് വാട്ടർ. ഇതിൻ്റെ റിയാക്ഷൻ ഇങ്ങനെ ആയിരിക്കും. 2H2O പ്ലസ് O2. ഇവിടെ എന്തുവാ നമ്മൾ കൊടുത്തേക്കുന്നത്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യിപ്പിച്ചു. സോ ദിസ് മീൻസ് നമ്മൾ ഇവിടെ വാട്ടർ എടുത്തു, വാട്ടറിൻ്റെ അകത്ത് ഇച്ചിരി ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യിപ്പിച്ചു. സോ ദിസ് ഇസ് നോട്ട് പ്യോർ വാട്ടർ. വാട്ടറിൻ്റെ അകത്ത് നമ്മൾ ആസിഡും ആഡ് ചെയ്യും ബിക്കോസ് പ്യോർ വാട്ടറിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ആകാറില്ല. സോ ഇൻ ദിസ് വാട്ടർ വി ആർ ഗിവിംഗ് ഔട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിച്ചപ്പം ഇത് വാട്ടർ ആൻഡ് ഓക്സിജൻ രണ്ടും വേറെ ആയി. ഓക്കെ, നെക്സ്റ്റ് ഇൻ ദിസ് ആക്ടിവിറ്റി ഇവിടെ ഒരു ടെസ്റ്റ് ഈ ഒരു ഇത് വാട്ടറാണ്. വാട്ടറിൻ്റെ അകത്ത് 2 ടെസ്റ്റ് ട്യൂബ്സ് വി ക്യാൻ സി. 2 ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്ത് എന്തുവാണെന്നറിയാമോ? ഇലക്ട്രോഡ്സ് വെച്ചേക്കുക. ഓക്കെ, ഇലക്ട്രോഡ്സ് വെച്ചേക്കുക. 2 ഇലക്ട്രോഡ്സ് ഉണ്ട് ഇൻ ഈച്ച് ടെസ്റ്റ് ട്യൂബ്. അത് കഴിഞ്ഞിട്ട് ഹിയർ യു ക്യാൻ സീ സം എംപ്റ്റി സ്പേസ്. ടെസ്റ്റ് ട്യൂബ് 1 ഇച്ചിരി എംപ്റ്റി സ്പേസ് ഉണ്ട്, ടെസ്റ്റ് ട്യൂബ് 2 ഇച്ചിരി കൂടുതൽ എംപ്റ്റി സ്പേസ് ഉണ്ട്. ഇതെന്തിനാണെന്നറിയാം? ഇതാണ് ഈ ഓക്സിജൻ്റെയും ഹൈഡ്രോജൻ്റെയും ബബിൾസ് ഫോം ആകാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്പേസ് കൊടുത്തേക്കുന്നത്. ബട്ട് അതെന്താ ഒരെണ്ണത്തിൽ കുറവ് എംപ്റ്റി സ്പേസും ഒരെണ്ണത്തിൽ കൂടുതൽ എംപ്റ്റി സ്പേസും? സോ ഇറ്റ് ഈസ് ബിക്കോസ് നമ്മളിപ്പം H2O എടുക്കുകയെന്ന് ഓർത്തോ. ഓക്കെ, നമ്മളിപ്പോൾ H2O എടുക്കുകയെന്ന് ഓർത്തു. അപ്പോൾ ഈ H2Oയിലെ ഹൈഡ്രോജൻ്റെ 2 മോളിക്യൂൾസ് ഉണ്ട്, ഓക്സിജൻ്റെ 1 മോളിക്യൂളേ ഉള്ളൂ. സോ ഓക്സിജൻ്റെ ഡബിൾ ഉണ്ട് ഹൈഡ്രോജൻ. സോ ദാറ്റ് ഈസ് വൈ നമ്മൾ സ്പേസ് വിടുമ്പോഴും ഓക്സിജന് 1 സ്പേസേ വിടത്തുള്ളൂ, പക്ഷേ ഹൈഡ്രോജന് അതിൻ്റെ ഡബിൾ വിച്ച് മീൻസ് 2 സ്പേസ് വിടും. ഓക്കെ, സോ ഇൻ എക്സാംസ് ഓൾസോ ദിസ് ക്വസ്റ്റൻസ് ആർ വെരി ഫ്രീക്വൻറ്റ്. ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട്. സോ പ്ലീസ് പേ അറ്റൻഷൻ. ഓക്കെ, ആൻഡ് ഇൻ എക്സാം ഇതിൻ്റെ റേഷ്യോയും ചോദിക്കാറുണ്ട് വിച്ച് മീൻസ് ഓക്സിജൻ is to hydrogen. Oxygen is to hydrogen. The ratio ചോദിച്ചാൽ you have to write what? It is in the form of 1:2. Okay, 1:2. And in exam they can ask you why is it ഇങ്ങനെ double space എന്തിനാ വിടുന്നത്? Then you have to write because hydrogen amount water കൂടുതലാണ് and oxygen amount lesser ആണ്. Okay, and in ratio you have to write this 1:2. Oxygen is to hydrogen which is 1:2. So in exam if they ask you ഒരു decomposition reaction example with the help of electricity, then you will write what? Then you will write this activity. ഈ ഒരു equation ആണ് നിങ്ങൾക്ക് എഴുതേണ്ടത് and describe this activity. And if they ask you example of decomposition reaction with respect to heat, then you have to write ഈ ഒരു reaction. Okay, ഇനിയും there are more ഇനിയും examples ഉണ്ട് which are asked in your exams. So ഇതൊരു activity, let us see. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 gram of silver chloride എടുക്കണം. 2 gram of silver chloride എടുക്കുന്നത് ഒരു ചൈന ഡിഷ് മീൻസ് ഇങ്ങനത്തെ ഒരു പാത്രം ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് എന്തുവാ? 2 gram of silver chloride എടുക്കണം. വാട്ട് ഇസ് ഇറ്റ്സ് കളർ? അതിൻ്റെ കളർ എന്തുവാ? സിൽവർ ക്ലോറൈഡിൻ്റെ കളർ ഇസ് വൈറ്റ്. ഓക്കെ, എന്നിട്ട് ഇതെടുത്തിട്ട് സൺലൈറ്റിൻ്റെ മുമ്പിൽ ഇച്ചിരി നേരത്തേക്ക് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് സൺലൈറ്റിൻ്റെ മുമ്പിലൊക്കെ വെച്ചിട്ട് ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ കളർ ചെക്ക് ചെയ്യണം. then you will notice that ഈ വൈറ്റ് സിൽവർ ക്ലോറൈഡിനെ നിങ്ങൾ സൺലൈറ്റിൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ അത് ഏത് കളറിലോട്ട് ചേഞ്ച് ആവും? ഗ്രേ കളറിലോട്ട് ചേഞ്ച് ആവും. വിച്ച് കളർ? ഗ്രേ കളർ. ഓക്കെ, സിൽവർ ക്ലോറൈഡ് വൈറ്റ് ആണ്, അതിനെ സൺലൈറ്റിൻ്റെ മുമ്പിൽ പ്ലേസ് ചെയ്താൽ ഏത് കളറിലോട്ട് അത് ചേഞ്ച് ആവും? ഗ്രേ കളറിലോട്ട് അത് ചേഞ്ച് ആകും. സോ ദിസ് ഇസ് ബിക്കോസ് ഈ സൺലൈറ്റിൻ്റെ മുമ്പിൽ ഈ സിൽവർ ക്ലോറൈഡ് എന്താകുന്ന ഡീകമ്പോസ് ആവും. എന്നിട്ട് ഈ സിൽവർ ക്ലോറൈഡ് സിൽവർ ആൻഡ് ക്ലോറിനിലോട്ട് കൺവേർട്ട് ആവും. ഓക്കെ, സിൽവർ പ്ലസ് ക്ലോറിൻ രണ്ടും ബ്രേക്ക് ഡൗൺ ആയിട്ട് സിൽവർ പ്ലസ് ക്ലോറിനിലോട്ട് കൺവേർട്ട് ആവും. സോ 2AgCl in the AgCl എന്ന് വെച്ചാൽ സിൽവർ ക്ലോറൈഡ് in the presence of sunlight will change into break down into what? Decompose into silver and chlorine. Okay, by light. So this is also a decomposition reaction with the help of sunlight. ഇപ്പോൾ സൺലൈറ്റിൻ്റെ എക്സാമ്പിൾ ഉണ്ട്, ഇലക്ട്രിസിറ്റിൻ്റെ എക്സാമ്പിൾ ഉണ്ട്, ആൻഡ് ഹീറ്റിൻ്റെ എക്സാമ്പിൾ ഉണ്ട്. സോ ഇത്രയും എക്സാമ്പിൾസും കൊണ്ട് നിങ്ങളോട് decomposition reactionൻ്റെ എക്സാമ്പിൾസ് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ആൻഡ് ദെൻ ഇങ്ങനെ തന്നെ സൺലൈറ്റിൻ്റെ ഒരു എക്സാമ്പിൾ കൊണ്ട് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഏതാണെന്നറിയാം? ഓഫ് സിൽവർ ബ്രോമൈഡ്. ഓക്കെ, സിൽവർ ബ്രോമൈഡിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻ ദിസ് ഓൾസോ യു ക്യാൻ സീ ദ സെയിം തിങ്. 2AgBr എടുത്ത് സൺലൈറ്റിലോട്ട് വെച്ചപ്പോൾ അത് 2AgNBrലോട്ട് ബ്രേക്ക് ഡൗൺ ഡീകമ്പോസ് ആയി. ഓക്കെ, ബട്ട് ഈ ഒരു റിയാക്ഷൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതെന്തുവാ? ദ അബവ് റിയാക്ഷൻ ആർ യൂസ്ഡ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ ഈ റിയാക്ഷൻ ആണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ടു ബി ഓണസ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഒത്തിരി പ്രാവശ്യം CBSE ബോർഡ് എക്സാംസിൽ ചോദിക്കാറുണ്ട്, ആൻഡ് ഈവൻ ഇൻ യോർ പ്രീ ബോർഡ്സ്. സോ ഇതുവരെ നമ്മുടെ ഒബ്സർവേഷനിൽ നമ്മൾ എന്താ പഠിച്ചത്? നമ്മളിതാ പഠിച്ചത് ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ എനർജി റിക്വയർഡ് ആണ്. അതിപ്പോൾ ഹീറ്റിൻ്റെ ഫോമിലാണെങ്കിലും ലൈറ്റിൻ്റെ ഫോമിലാണെങ്കിലും ഇലക്ട്രിസിറ്റിൻ്റെ ഫോമിലാണെങ്കിലും റിയാക്ടൻറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി നമുക്ക് എനർജീൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ട്. അതൊരു വെളിയിലത്തെ ഏജൻ്റ് ആയിരിക്കണം എനർജി തരുന്നത്. ലൈക്ക് ഹീറ്റ് നമ്മൾ അതിനെ തീൻ്റെ അടിയിലോട്ട് വെക്കുമ്പോൾ അത് ഹീറ്റ് ബേൺ ആയിട്ട് അത് ബ്രേക്ക് ഡൗൺ ആവും. ഓരോ നമ്മൾ എക്സാമ്പിൾ കണ്ടു, സൺലൈറ്റിൽ നിന്ന് ലൈറ്റ് എനർജി വരുമ്പോൾ അത് ബ്രേക്ക് ഡൗൺ ആവും. സോ ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ ഓൾവേസ് എനർജി ഈസ് റിക്വയർഡ് ഫ്രം ഔട്ട്സൈഡ്. വെളിയിൽ നിന്ന് നമുക്ക് എനർജി വേണം.
So reactions in which energy is absorbed are known as endothermic reaction. So ഇങ്ങനത്തെ reactions ഇല്ലേ in which energy is absorbed, energy അവർ absorb ചെയ്യുക വെളിയിൽ നിന്ന്, then it is an endothermic reaction. Okay, ഇതിന്റെ തന്നെ opposite we learned in which reaction, combination reactionലെ endothermic reactionന്റെ opposite ആയിരുന്നു which was exothermic reaction. അതിൽ എന്തായിരുന്നു, ആ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രൊഡക്റ്റിൽ തന്നെ ഹീറ്റ് പ്രൊഡ്യൂസ് ആവുക, ആസ് എ പ്രൊഡക്റ്റ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്, എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, സോ ദാറ്റ് വാസ് ദി difference between exothermic and endothermic reaction. That this difference is also important. The difference is also very important. So ഇവിടെ ചില questions ഉണ്ട് related to these നമ്മൾ പഠിച്ച ഇതുവരെ പഠിച്ച കാര്യങ്ങളുടെ വർക്ക്. So we will do this now. So the question is, a solution of a substance X is used for white washing. ഒരു solution ഉണ്ട്, ആ solutionന്റെ substance ആണ് X, അത് white washingൽ യൂസ് ആകാറുണ്ട്. What is that product? So we know ഇതെന്തുവാ, കാൽഷ്യം ഓക്സൈഡ് ആയിരുന്നു. ഓക്കെ, കാൽഷ്യം ഓക്സൈഡ് ആണ്. വി സ്റ്റഡീഡ് ഇറ്റ് ഏർലിയർ. ഇഫ് യു ഡോണ്ട് റിമെമ്പർ ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് അത് ഓർമ്മ വരുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ 2-3 പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ അത് ഓർമ്മ വരും ഫ്രം ദ നെക്സ്റ്റ് ടൈം. ഓക്കെ, ഡോണ്ട് ബി സ്കെയർഡ് ഓഫ് എനിത്തിങ്. Next, name the substance X. Xന്റെ പേര് എന്തുവാ, CaO, means calcium oxide, and write its formula. Name ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ പേര് പറയണം, which is calcium oxide, and formula ചോദിക്കുമ്പോൾ you have to write its formula, അതിന്റെ short form, which is CaO. Got it? Then it is write the reaction of substance X named in 1 above with the water. അപ്പോൾ ഇതിന്റെ ഹോൾ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു വാട്ടർ, വാട്ടറിന്റെ കൂടെ ഇതിന്റെ റിയാക്ഷൻ എഴുതണം. അതും നിങ്ങളുടെ ncert ടെക്സ്റ്റ് ബുക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ഹൗ വിൽ യു റൈറ്റ് ഇറ്റ്? ലെറ്റ് മി ടെൽ യു. ഇറ്റ് ഇസ് വെരി സിമ്പിൾ, വി ഓൾ നോ ഇറ്റ്. ഓക്കെ, ഇത് എങ്ങനെയായിരിക്കും? CaO plus H2O gives out CaOH twice plus ഹീറ്റ് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഹീറ്റ് നിങ്ങൾ ഇങ്ങനെ എഴുതാം, ഓരൽസ് ഇതിൻ്റെ ഒരു സിമ്പിൾ ഉണ്ട് വിച്ച് ഇസ് ട്രയാങ്കിൾ, ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം ഹീറ്റ്. ഓക്കെ, അപ്പോൾ ഇതെന്തുവാ, കാൽഷ്യം ഓക്സൈഡ് പ്ലസ് വാട്ടർ. ഓക്കെ, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ആണ് പറഞ്ഞത്, സോ വി യൂസ് വാട്ടർ ഇൻ ദിസ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ്, why is the amount of gas collected in one test tube in activity? ഓക്കെ, ഇത് ഞാൻ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ തന്നായിരുന്നു. ഇതെന്താ, ഓക്സിജനിൽ എന്താ ഇച്ചിരി ഗ്യാപ്പും ഹൈഡ്രോജനിൽ എന്താ ഡബിൾ ഗ്യാപ്പും, അതിൻ്റെ ഞാൻ ആൻസർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് യു നോ ദി ആൻസർ. സോ നൗ ലെറ്റ്സ് കം ടു ദ നെക്സ്റ്റ് റിയാക്ഷൻ വിച്ച് ഇസ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ ഒരു റിയാക്ഷൻ ഒത്തിരി സിമ്പിൾ ആൻഡ് ഈസി ആണ്. അപ്പം ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. Take 3 iron nails and clean them by rubbing with sandpaper. So 3 ആണി എടുക്കണം, അതിനെ എന്നിട്ട് സാൻഡ് പേപ്പർ കൊണ്ട് റബ്ബ് ചെയ്ത് ക്ലീൻ ചെയ്യണം. അതെന്തിനാണ് റബ്ബ് ചെയ്യുന്നത്? അതിൻ്റെ മേളിൽ എന്തെങ്കിലും റസ്റ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്തുവാ ഐറൺ നെയിൽസിനെ സാൻഡ് പേപ്പർ കൊണ്ട് റബ്ബ് ചെയ്യുന്നത്. ആൻഡ് ദെൻ 2 ടെസ്റ്റ് ട്യൂബ് എടുക്കണം. ഒരെണ്ണത്തിൽ A എന്ന് മാർക്ക് ചെയ്യണം, രണ്ടാമത്തേതിൽ B എന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് 2 ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ 10 ml കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കണം. കോപ്പർ സൾഫേറ്റ്, അപ്പോൾ സൾഫേറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം SO4 ആൻഡ് കോപ്പർ എന്ന് വെച്ചാൽ Cu. സോ വാട്ട് ഇസ് ദിസ് CuSO4? ഇതിന്റെ ഫോർമുല എന്തായിരിക്കും? CuSO4 ആൻഡ് ഇറ്റ് ഇസ് ബ്ലൂ ഇൻ കളർ. CuSO4 ഇസ് ഓൾവേസ് ബ്ലൂ ഇൻ കളർ. ഈ പിക്ചറിൽ നമുക്ക് കാണാം ഇറ്റ് ഇസ് ബ്ലൂ ഇൻ കളർ. സോ ടെസ്റ്റ് ട്യൂബ് ബിയിൽ നമുക്ക് എന്നിട്ട് രണ്ട് ടെസ്റ്റ് ട്യൂബ്സിൽ നമ്മൾ എന്താ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ 10 ml ഒഴിച്ചു. എന്നിട്ട് ടെസ്റ്റ് ട്യൂബ് ബി എടുത്തിട്ട് അതിൻ്റെ അകത്ത് 2 നമ്മൾ ആണി എടുത്തില്ലേ, ആ 2 ആണി എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു ത്രെഡ് എടുത്ത് അതിനെ കെട്ടിയിട്ട് അതിൻ്റെ അകത്തോട്ട് മുക്കി വെക്കണം. ഓക്കെ, എത്ര മിനിറ്റിന്? 20 minutes വരെ അതിനെ മുക്കി വെക്കണം ടെസ്റ്റ് ട്യൂബ് ബിയിൽ. ആൻഡ് ദെൻ നമ്മൾ 3 ആണികൾ എടുത്തായിരുന്നു, 2 എണ്ണം മാത്രമാണ് മുക്കേണ്ടത്. അടുത്ത ഒരെണ്ണം നമ്മൾ മുക്കാതെ അവിടെ വെക്കണം ഫോർ കമ്പാരിസൺ. എന്നിട്ട് നമുക്ക് കമ്പയർ ചെയ്യണം 20 minutes കഴിഞ്ഞാൽ അതിന്. സോ ആഫ്റ്റർ 20 minutes ഐറൺ നെയിൽസ് വെളിയിലെടുക്കണം, ഈ മുക്കി വെച്ചിരിക്കുന്ന ഐറൺ നെയിൽസ് വെളിയിലെടുക്കണം. ആൻഡ് ദെൻ വി വിൽ കമ്പയർ ഇറ്റ്. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ 2 എണ്ണേ മുക്കിയുള്ളൂ, 3-മത്തെ മുക്കിയില്ല. സോ 3-മത്തേതിനെ 2 എണ്ണത്തിന് കൊണ്ട് കമ്പയർ ചെയ്യണം. സോ വാട്ട് വിൽ വി സി? ലെറ്റ് us see. ഇത് ഒറിജിനൽ ആണിയായിരുന്നു നമ്മൾ എടുത്തത്. സെക്കൻഡ് വൺ ഈസ് മുക്കി വെച്ച ആണി. ഓക്കെ, 20 മിനിറ്റ് കോപ്പർ സൾഫേറ്റിൽ മുക്കി വെച്ച ആണിയാണ് ഈ സെക്കൻഡ് വൺ. ഫസ്റ്റ് വൺ ഇസ് നോർമൽ, നമ്മുടെ ഒറിജിനൽ ആണി. ആൻഡ് ഈ സെക്കൻഡ് ഐറൺ നെയിലിൽ യു ക്യാൻ സീ ബ്രൗൺ ലെയർ, ഒരു ബ്രൗൺ കളർ നമുക്ക് കാണാം. വാട്ട് ഇസ് ദിസ് ബ്രൗൺ ലെയർ? ഓക്കെ, ബിഫോർ ദാറ്റ് നമ്മൾ ടെസ്റ്റ് ട്യൂബിനെ ഒന്ന് ഒബ്സർവ് ചെയ്യണം. ഇതാണ് നോർമൽ ടെസ്റ്റ് ട്യൂബ് എ എന്ന് പറയുന്നത്. ടെസ്റ്റ് ട്യൂബ് എയിൽ നമ്മളൊന്നും മുക്കിയില്ല. സോ ദിസ് ഇസ് ദ ഒറിജിനൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വിച്ച് ഇസ് ബ്ലൂ ഇൻ കളർ. ബട്ട് ദെൻ ടെസ്റ്റ് ട്യൂബ് ബി ചെയ്താൽ ഇതിൽ കളർ എല്ലാം മങ്ങിപ്പോയി. ഇപ്പോൾ ഇതിൽ ബ്ലൂ കളർ അല്ല, ദർ ഇസ് നോ കളർ ഹിയർ. ഓക്കെ, വൈ ഇസ് ഇറ്റ്? സോ ഇതിൻ്റെ കളേഴ്സ് എല്ലാം ചേഞ്ച് ആയ ടെസ്റ്റ് ട്യൂബ് ബിയിലും ആൻഡ് ആണി നമ്മൾ 2 മുക്കി വെച്ചാൽ അതിൻ്റെ കളേഴ്സ് എല്ലാത്തിലും ചേഞ്ച് ആയാലും ലെറ്റ് us see. Here it is written, iron nail become brownish. നമ്മളത് കണ്ടു, iron nail brownish കളറിലായി and the blue color of copper sulfate solution fade. Copper sulfate solutionന്റെ ബ്ലൂ കളറും ഫേഡ് ആയി. അതെന്താണെന്ന് നമുക്ക് ഇനി നോക്കാം. അത് ഈ റിയാക്ഷന്റെ ബിക്കോസ് ദിസ് ഇസ് ദ റീസൺ. ഓക്കെ, സോ ഇവിടെ നമ്മൾ Fe എടുത്തായിരുന്നു, Cu കോപ്പറും എടുത്തായിരുന്നു, റൈറ്റ്? സോ ഇറ്റ് മീൻസ് ഇവിടെ നമ്മൾ ഐറനും എടുത്തായിരുന്നു, കോപ്പറും എടുത്തായിരുന്നു. സോ ലെറ്റ് മി ടെൽ യു, ഇപ്പോൾ ഐറനും കോപ്പറും വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഐറൺ ഈസ് മോർ റിയാക്റ്റീവ്. ഓക്കെ, ഐറൺ ഈസ് മോർ റിയാക്റ്റീവ് ദെൻ Cu, കോപ്പർ. ഓക്കെ, സോ വാട്ട് ഡിഡ് ഐ സേ? Fe is more reactive than copper. ഇതിനെക്കുറിച്ച് in detail you will learn in 3rd chapter. Okay, till then just remember that iron is more reactive than copper. So ഈ റിയാക്ഷൻ എങ്ങനെ ഓർമ്മ വെക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ടെക്നിക്ക് പറഞ്ഞു തരാമേ. ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ഈ SO4 ഇല്ലേ, SO4 ഇൻ ദ സൾഫേറ്റ് അതൊരു ഹീറോയിൻ ആണെന്ന് ഓർത്തോ. Cu എന്തുവാ, ഒരു വില്ലൻ ആണെന്ന് ഓർത്തോ. Fe എന്തുവാ, ഒരു ഹീറോ ആണെന്ന് ഓർത്തോ. സോ റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ ഐറനും SO4 which means hero and the heroine രണ്ടുപേരും കൂട്ടത്തിൽ വന്നു ആൻഡ് വില്ലനെ അവർ സൈഡ് ആക്കി. ഓക്കെ, ജസ്റ്റ് റിമെമ്പർ ഇറ്റ് ലൈക്ക് ദാറ്റ്. ആദ്യം Fe ദൂരെ ആയിരുന്നു പ്ലസ് CuSO4 ആയിരുന്നു. പക്ഷേ റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ FeSO4 കൂട്ടത്തിൽ വന്നു പ്ലസ് Cu സൈഡ് ആയി. ഓക്കെ, so here we can see iron has displaced or removed another element, copper, from copper sulfate solution. This reaction is known as displacement reaction. So ഇവിടെ നമ്മൾ എന്തുവാ കണ്ടത്? that iron എന്തുവാ ചെയ്തത്? കോപ്പറിനെ ഇവിടുന്ന് റിമൂവ് ചെയ്തു, റൈറ്റ്? കോപ്പറിനെ ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് ഐറൺ തന്നെ ഇവിടെ വന്നിരുന്നു. സോ വാട്ട് ഇസ് ദിസ്? ഡിസ്പ്ലേസ് ചെയ്തു ഐറൺ കോപ്പറിനെ. സോ വാട്ട് ഇസ് ദിസ്? ഇറ്റ് ഇസ് എ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ദിസ് റിയാക്ഷൻ ഇസ് എ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഐറൺ കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തു. സോ ഏതെങ്കിലും വേറെ എലിമെന്റിനെ ഡിസ്പ്ലേസ് ചെയ്യുവാണെങ്കിൽ that is known as a displacement reaction. Okay, then here are other examples of displacement reactions also. Let us see.
And also, if displacement reaction ഒരു definition എഴുതാൻ വന്നാൽ you will write a displacement reaction is a reaction in which a more reactive metal Fe more reactive ആയിരുന്നു കോപ്പറിനെക്കാളും, so Fe displace ചെയ്തു കോപ്പറിനെ, so you will write a displacement reaction is a reaction in which a more reactive metal displaces a less reactive metal from its compound. Okay, so other examples are Zn and Pv. Okay, Zn വന്നു, zinc വന്നു, കോപ്പറിനോട് പറഞ്ഞു മാറിക്കോളാൻ, അപ്പം സിങ്കും SO4 കൂട്ടത്തിലെ കോപ്പർ സൈഡായി. ഓക്കെ, സെക്കൻഡിലെ ലീഡ് ഉണ്ട്, ലെഡ് എന്താ പറഞ്ഞത് കോപ്പറിനോട് കോപ്പർ മാറിക്കോ, സോ എല്ലാത്തിലും കോപ്പർ ആണ് സൈഡ് ആകുന്നത്, ബിക്കോസ് കോപ്പർ ഇസ് ലെസ് റിയാക്റ്റീവ്, സോ PbCl2 ആയി, Cu കോപ്പർ സൈഡായി. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, കോപ്പറിനെ സിങ്ക് ഡിസ്പ്ലേസ് ചെയ്തു, സോ സിങ്ക് ഇസ് മോർ റിയാക്റ്റീവ്, ആൻഡ് ഇവിടെ ലീഡ് എന്തോ ചെയ്ത് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തു, സോ ലെഡ് ഇസ് ഓൾസോ മോർ റിയാക്റ്റീവ്. അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്, ദാറ്റ് സിങ്ക് ആൻഡ് ലെഡ് ആർ മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ, ദേ ഡിസ്പ്ലേസ് കോപ്പർ ഫ്രം ഇറ്റ്സ് കമ്പൗണ്ട്. Now the fourth reaction, which is double displacement reaction. First നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച displacement reaction, now double displacement reaction. ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ദിസ് ആക്ടിവിറ്റി സേസ് ദാറ്റ് ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കണം, അതിന്റെ അകത്ത് 3 ml സോഡിയം സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കണം. സോ സോഡിയം സൾഫേറ്റിന്റെ ഫോർമുല എന്തായിരിക്കും, സോഡിയം സൾഫേറ്റ് എന്ന് വെച്ചാൽ SO4, വി നോ സൾഫേറ്റ് എന്ന് വെച്ചാൽ SO4, ദെൻ സോഡിയം എന്ന് വെച്ചാൽ Na. ഓക്കെ, എന്നയുടെ കൂടെ എന്തായിരിക്കും ഒരു 2 കൂടെ ആഡ് ആകും. ഓക്കെ, അപ്പോൾ ഈ 2 എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ, ദിസ് ഈസ് എ വെരി ബിഗ് കോൺസെപ്റ്റ് ഇൻ ക്ലാസ് 9th ഒരു കോൺസെപ്റ്റ് ആണിത്. ബട്ട് ദെൻ ലെറ്റ് മീ ടെൽ യു, സൾഫേറ്റിന്റെ വാലൻസി ഈസ് 2. ഓക്കെ, സോ ആ 2 ഇവിടെ വന്നു, സോഡിയമിന്റെ വാലൻസി ഈസ് 1, സോ ഇവിടെ 1 നമ്മൾ എഴുതാറില്ല. ഓക്കെ, സോ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് സോഡിയം സൾഫേറ്റ് ഇല്ലേ, അതിന്റെ ഫോർമുല എന്തുവാ, Na2SO4. Got it? Then in another test tube, take about 3 ml of barium chloride solution. Where ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അതിന്റെ അകത്ത് 3 ml of barium chloride solution ആഡ് ചെയ്യണം. മിക്സ് ദ 2 solution, 2 സൊല്യൂഷനും മിക്സ് ചെയ്യുക. ഇങ്ങനെ കൊടുത്തേക്കുന്നുണ്ടോ, ഇങ്ങനെ മിക്സ് ചെയ്യുക. വാട്ട് ഡു യു ഒബ്സർവ്, എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്? സോ നിങ്ങൾ എന്തോ കാണാൻ പറ്റുന്നത് അറിയാം, ഒബ്സർവ് ചെയ്യുമ്പോൾ ദാറ്റ് ഒരു വൈറ്റ് സബ്സ്റ്റൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, വിച്ച് ഇസ് ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ ഇസ് ഫോം. ഓക്കെ, അത് വാട്ടറിന്റെ കൂടെ വാട്ടറിൽ അത് സൊല്യൂബിൾ ആകത്തില്ല. ഓക്കെ, ഇറ്റ് ഇസ് ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ. അങ്ങനത്തെ ഒരു വൈറ്റ് സബ്സ്റ്റൻസ് ഫോം ആവും. This insoluble substance formed is known as precipitate. ഈ ഇൻസൊല്യൂബിൾ സബ്സ്റ്റൻസ് ഫോം ആയിട്ടില്ല, അതിന്റെ പേര് എന്തോ precipitate. അതിനെന്തോ പറയുന്നത്, നമ്മൾ precipitate എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ precipitate ഒരു പിക്ചർ ഞാൻ ഇവിടെ ഇൻ യുവർ സ്ക്രീൻ കാണിക്കാം. ഫോർ എക്സാമ്പിൾ ലെറ്റ് us see. സോ precipitate മീനിങ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഷുഗർ ഒരു ടെസ്റ്റ് ട്യൂബിൽ ആഡ് ചെയ്താൽ അത് നല്ലതായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല എന്തോ ആഡ് ചെയ്തിരിക്കുന്നത്. ബട്ട് ദെൻ ഇഫ് യു ആഡ് ആട്ട എടുത്ത് നിങ്ങളൊരു വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് വെച്ചാൽ അത് അതിൽ സൊല്യൂബിൾ ആകത്തില്ല. ഓക്കെ, അതൊരു precipitate ആയിട്ട് അവിടെ കിടക്കും, അതിനാണ് നമ്മൾ precipitate എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ. ഓക്കെ, so any reaction that produces a precipitate can be called a precipitation reaction. ഏതെങ്കിലും ഒരു റിയാക്ഷൻ നിങ്ങൾ ചെയ്യും, അതിൽ നിങ്ങൾക്ക് precipitate ഫോം ആകുന്നുണ്ട്, then it is a precipitation reaction. Okay, so ഇവിടെ ഇതിന്റെ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. Na2SO4 plus BaCl2 gives out BaSO4 to NaCl. ഓക്കെ, സോ ഇതെല്ലാം എന്തുവാ, ഇങ്ങോട്ടും അങ്ങോട്ടും ആയിപ്പോയി. സോ ഇതെങ്ങനെ നിങ്ങൾക്ക് ഓർമ്മ മെമ്മറൈസ് ചെയ്യാൻ ഞാൻ ഒരു ടെക്നിക്ക് പറയാം. സോ ഇറ്റ് ഇസ് ദാറ്റ്, ഇവിടെ കണ്ടോ, ഇവിടെ BaSO4 ആയി, പക്ഷേ SO4ന്റെ ആക്ടേഴ്സ് ആരായിരുന്നു, ഹീറോയിൻ ആയിരുന്നു, Na2 ആയിരുന്നു. അപ്പോൾ ഈ Na2 എവിടെ പോയി, Cl എടുത്ത് പോയി. സോ Na2 Cl എടുത്തും പോയി, SO4 Bn എടുത്തും പോയി. ഓക്കെ, Na2 Cl എടുത്തും പോയി, SO4 Bn എടുത്തും പോയി. സോ എവറിഥിങ് ഈ SO4 Bn എടുത്തു പോകും. ഓക്കെ, A2 അടുത്തത് ഇതാ, ആൻഡ് Na Cl എടുത്തു പോകും. ഗോട്ട് ഇറ്റ്? സോ ഇങ്ങനെ യു ക്യാൻ റിമെമ്പർ ദിസ്. സോ ദിസ് ഇസ് വാട്ട് ദിസ് ഇസ്, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. സോ അവിടെ എന്താ precipitate ഫോം ആയത്, വാട്ട് കോസസ് ദിസ്, അതെന്താ ഇങ്ങനെ നടന്നത് എന്താ? This white precipitate of BaSO4 is formed by the reaction of sulfate and barium ion. So here also you can see 2NaCl is in aqueous form. ഇത് കണ്ടോ, ഇവിടെ ഇത് aqueous ഫോമില്ല. aqueous എന്ന് വെച്ചാൽ അത് അങ്ങ് സൊല്യൂഷനിലോട്ട് ഫുള്ളി മെൽറ്റ് ആയി അങ്ങ് ആയി, അത് സൊല്യൂഷൻ ആയി. ഓക്കെ, ദാറ്റ് ഇസ് aqueous. ബട്ട് BaSO4 എന്തോ സോളിഡ് ആയിട്ട് ഇപ്പോഴും ആ ഒരു സൊല്യൂഷനിൽ കിടക്കുക. സോ ദാറ്റ് ഇസ് ദ precipitate. സോ ദിസ് ഇസ് ദ precipitate. സോ അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, ദാറ്റ് ദ വൈറ്റ് precipitate of BaSO4. വൈറ്റ് precipitate BaSO4ന്റെ ഫോം ആയത് എന്താ, ബിക്കോസ് ഓഫ് ദ റിയാക്ഷൻ ഓഫ് these two. Okay, so such reactions in which there is an exchange of ions in between the reactants are called double displacement reaction. So ഇവിടെ ions exchange ആയിട്ടുണ്ട്, right? Let me explain to you. Ions exchange ആയിട്ടുണ്ട്, which means that ഇത് കണ്ടോ, ഇവിടെ Na2SO4 കൂട്ടത്തിലായിരുന്നു, പക്ഷേ ഇവിടെ Ba വന്നു. സോ ഈ Ba ഇവിടെയും വന്നു, ഈ Na ഇവിടെയും പോയി. So this is what? This is double displacement reaction because ഇവിടെ ions exchange ആയി. So എവിടെയും ions exchange ആയി നിങ്ങൾ കണ്ടാൽ that is a double displacement reaction. Got it? So ഇങ്ങനെ double displacement reactionും എന്തായി, നമ്മൾ ഇതിന്റെ എക്സാമ്പിൾസും കണ്ടു, ഡെഫിനേഷനും കണ്ടു. So next we are going to the most important thing, which is oxidation and reduction reaction, and this is the last topic. Congratulations, ഇത് കഴിഞ്ഞ് you are free. Just a little bit more, only 5 to 8 minutes. Okay, അത് കഴിഞ്ഞ് you are free, you can go. I'm also very tired, but then let's start. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ചൈന ഡിഷ് എടുക്കണം, ഇങ്ങനത്തെ ഒരു ചൈന ഡിഷ് എടുക്കണം, അതിൻ്റെ അകത്ത് 1 gram കോപ്പർ പൗഡർ ഇടണം. ഓക്കെ, കോപ്പർ പൗഡർ ഇട്ട് അതിനെ ചൂടാക്കണം. നമ്മൾ എന്തുവാ പിന്നെ നമുക്ക് എന്തോ ഒബ്സർവ് ചെയ്യുന്നത് നമുക്ക് കാണാം. സോ വി ഓൾ നോ ദാറ്റ് കോപ്പർ പൗഡർ ഏതാ, ബ്രൗൺ കളറില്ല. ബട്ട് വെൻ യു ഹീറ്റ് ഇതിനെ ഹീറ്റ് ചെയ്താൽ നിങ്ങൾ കുറച്ച് നേരം കഴിയുമ്പോൾ അത് നോക്കുമ്പോൾ അത് ബ്ലാക്ക് കളറിലോട്ട് മാറും. അതെന്താ ബ്ലാക്ക് കളറിലോട്ട് മാറുന്നത്? ലെറ്റ് us see. The surface of copper powder becomes coated with black copper 2 oxide. Why has this black substance formed? Isn't the black substance formed? This is because oxygen is added to copper and copper oxide is formed because atmosphere-ലുള്ള oxygen ഇല്ലേ, അത് കോപ്പറിലോട്ട് ആഡ് ആയി and copper oxide is formed. Copper oxide form ആവും. So it becomes black in color. അപ്പോൾ അത് black കളറിലോട്ട് ചേഞ്ച് ആവും because oxygen is added. So അത് copper oxide ആയി മാറും. So in this reaction also you can see 2Cu കോപ്പർ ഉണ്ടായിരുന്നു പ്ലസ് O2 ഹീറ്റ് ആഡ് ചെയ്തെന്ന് വെച്ചാൽ ഓക്സിജൻ ആഡ് ചെയ്യുക. സോ കോപ്പറിലോട്ട് ഓക്സിജൻ ആഡ് ചെയ്തപ്പോൾ എന്തായി, കോപ്പർ ഓക്സൈഡ് ആയി. ഓക്കെ,
സോ ഈ ഫോം ആയ കോപ്പർ ഓക്സൈഡിലെ ഈ കോപ്പർ ഓക്സൈഡിലോട്ട് നിങ്ങൾ ഹൈഡ്രോജൻ ഗ്യാസ് ആഡ് ചെയ്യുവാന്ന് ഓർത്തോ, എന്നിട്ട് അത് ഹീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അഗൈൻ എന്തുവാ കിട്ടുന്നത്? അഗൈൻ നിങ്ങൾക്ക് കോപ്പർ തന്നെ കിട്ടും. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഓപ്പോസിറ്റ് ടൈപ്പ്. സോ സിമിലർ തിങ് ഇസ് ഗിവൻ ഇഫ് ഹൈഡ്രോജൻ ഗ്യാസ് ഇസ് പാസ്ഡ് ഓവർ ദിസ് ഹീറ്റഡ് മെറ്റീരിയൽ കോപ്പർ ഓക്സൈഡ്, ഈ കോപ്പർ ഓക്സൈഡിലോട്ട് നമ്മൾ ഹൈഡ്രോജൻ ഗ്യാസ് ആഡ് ചെയ്താൽ ദ ബ്ലാക്ക് കോട്ടിംഗ് ഓൺ ദ സർഫേസ് ടേൺസ് ബ്രൗൺ. അപ്പം ആ ബ്ലാക്ക് കോട്ടിംഗ് ഇല്ലേ, കോപ്പർ ഓക്സൈഡ് കൊണ്ട് ഫോം ആയ ബ്ലാക്ക് കോട്ടിംഗ്, അത് പിന്നെ ബ്രൗണിലോട്ട് കൺവേർട്ട് ആവും ആസ് റിവേഴ്സ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്. ബിക്കോസ് അവിടെ എന്തോ ഒരു റിവേഴ്സ് റിയാക്ഷൻ ആയി ടേക്ക് പ്ലേസ് ചെയ്തു. ഓക്കെ, ആൻഡ് കോപ്പർ ഇസ് ഒപ്റ്റെയിൻ. അപ്പോൾ പിന്നെ നമുക്ക് എന്തോ കിട്ടുന്നത്? കോപ്പർ തന്നെ കിട്ടും. ഓക്കെ, സോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? നമ്മൾ കോപ്പറിലോട്ട് ഓക്സിജൻ ആഡ് ചെയ്തു, എന്നിട്ട് ഹീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഓക്സിജൻ ആഡ് ചെയ്യുക. സോ കോപ്പറിലോട്ട് ഓക്സിജൻ ആഡ് ചെയ്തപ്പോൾ അത് കോപ്പർ ഓക്സൈഡ് ആയി മാറി, ബിക്കോസ് ഓഫ് വിച്ച് അതിലൊരു ബ്ലാക്ക് കോട്ടിംഗ് വന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? എന്നിട്ട് നമുക്ക് പിന്നെയും കോപ്പർ വേണം ഓർത്തു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ കോപ്പർ ഓക്സൈഡിലോട്ട്, ഹീറ്റഡ് കോപ്പർ ഓക്സൈഡിലോട്ട് ഹൈഡ്രോജൻ ഗ്യാസ് ആഡ് ചെയ്തു, പാസ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റി? ആ ബ്ലാക്ക് കോട്ടിംഗ് മാറിയിട്ട് ഇത് പിന്നെയും ബ്രൗൺ ആയി, ബിക്കോസ് അവിടെ ഒരു റിവേഴ്സ് റിയാക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ അവിടെ കോപ്പർ ഇസ് ഒപ്റ്റെയിൻഡ്. സോ if a substance gains oxygen during a reaction, it is said to be oxidized. If a substance loses oxygen during a reaction, it is said to be reduced. Okay, if ഒരു റിയാക്ഷൻ നടക്കുക, അതിൽ ഒരു സബ്സ്റ്റൻസിൽ നിന്ന് ഓക്സിജൻ, ഒരു സബ്സ്റ്റൻസിലോട്ട് ഓക്സിജൻ ആഡ് ആയി. ഓക്കെ, അത് ഓക്സിജൻ ഗെയിൻ ചെയ്തെന്ന് ഓർത്തോ. ഓക്കെ, അപ്പോൾ അതിനെ എന്തോ ഓക്സിഡൈസ്ഡ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇഫ് എ സബ്സ്റ്റൻസ്, ഒരു റിയാക്ഷൻ നടക്കുക, അതിൽ ഓക്സിജൻ ലൂസ് ആയി. ഓക്കെ, ലൂസ് ആക്കി കളഞ്ഞത്, അപ്പം ഓക്സിജൻ ഇല്ലാതെ പോയി. അപ്പോൾ അതിനെ എന്താ പറയുന്നത്? റിഡ്യൂസ്ഡ് എന്നാണ് ഇതിനെ പറയുന്ന ആ റിയാക്ഷൻ. സോ ഇതിന്റെ എക്സാമ്പിൾ എടുത്താലും നമുക്കറിയാം, കോപ്പറിൽ ഓക്സിജൻ ആഡ് ആയി. സോ കോപ്പർ ഓക്സിഡൈസ് ആയി ഇവിടെ, റൈറ്റ്? കോപ്പർ ഇവിടെ, ഓക്സിജൻ ഇവിടെ ആഡ് ആയി. സോ ദിസ് ഇസ് കോപ്പർ ഓക്സിഡൈസ്ഡ്. ബട്ട് ദെൻ ഇവിടെ നോക്കിയാൽ നമ്മൾ കോപ്പർ ഓക്സിഡൈസ് ആയിരുന്നത്, ബട്ട് ദെൻ ഇവിടെ വന്നപ്പം കോപ്പർ ആ ഓക്സിജനെ ലൂസ് ചെയ്തു. സോ ദിസ് ഇസ് വാട്ട് റിഡ്യൂസ്ഡ്. Okay, got it? And now comes the main part. So with this example, you can see, ഇപ്പം നോക്കിയോ ഇവിടെ ഇവിടെ യു കെൻ സി ഇവിടെ എന്തായിരുന്നു? കോപ്പർ ഓക്സൈഡ് ആയിരുന്നു. ഇതെന്തായിരുന്നു? കോപ്പർ ഓക്സൈഡ് ആയിരുന്നു. ബട്ട് ദെൻ ഇവിടെ റിഡക്ഷൻ നടന്നിട്ട് ഇതെന്തുവായി? കോപ്പർ മാത്രമായി മാറി. ആൻഡ് ദെൻ ഇവിടെ ഈ H2 നോക്കിയാൽ ഇത് ഹൈഡ്രോജൻ മാത്രമായിരുന്നു. ബട്ട് ദെൻ ഇവിടെ ഓക്സിഡേഷൻ നടന്നിട്ട് ഇതെന്തുവാ? ഹൈഡ്രോജൻ വിച്ച് മീൻസ് ഇത് ഇതായി വാട്ടർ മോളിക്യൂളിലോട്ട് ചേഞ്ച് ആയി. സോ ദിസ് ഇസ് എൻ ഓക്സിഡേഷൻ. ഓക്കെ, ഇവിടെ വന്ന് ഇതിന് ഓക്സിജൻ കിട്ടി. കോപ്പർ ഓക്സൈഡിൽ ഇവിടെ വന്നിട്ട് ഇത് കോപ്പർ മാത്രമായിട്ട് മാറി, വിച്ച് മീൻസ് ഓക്സിജൻ ലൂസ് ചെയ്തു. സോ ദിസ് ഇസ് എ റിഡക്ഷൻ റിയാക്ഷൻ. സോ ഈ ഒരു റിയാക്ഷനിൽ തന്നെ യു കെൻ സി റിഡക്ഷൻ ആൻഡ് ഓക്സോ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ രണ്ടും നമുക്ക് കാണാം. സോ ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ ഇൻ വിച്ച് യു കെൻ സി ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ബോത്ത്. ഓക്സിഡേഷനും കാണാം, നിങ്ങൾക്ക് റിഡക്ഷനും കാണാം. It is this type of reaction is known as redox reaction. Okay, redox, red എന്ന് വെച്ചാൽ reduction, ox എന്ന് വെച്ചാൽ oxidation. രണ്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. That is known as a redox reaction. Here are some more examples of redox reaction. Before that, in this ഈ ഒരു reaction നിങ്ങൾക്ക് oxidation reduction reaction എന്നും പറയാം, and then you also can call it redox reaction. But I'll prefer you to say redox reaction. Okay, redox reaction എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. So in this example you can see ഇതെന്തായിരുന്നു? സിങ്ക് ഓക്സൈഡ് ആയിരുന്നു. ഇവിടെ വന്നിട്ട് ഓക്സിജൻ അതിന് ഇല്ലാതെ പോയി. സോ ദിസ് ഇസ് വാട്ട്, ഇതൊരു റിഡക്ഷൻ റിയാക്ഷൻ ആയി, റൈറ്റ്? എന്നിട്ട് ഇവിടെ എന്തോ കാർബൺ മാത്രമാണ്, ബട്ട് ദെൻ ഇവിടെ വന്നപ്പം ഓക്സിജൻ ആഡ് ആയി, റൈറ്റ്? സോ ദിസ് ഇസ് എൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. ഓക്സിഡേഷൻ. സോ ഇവിടെ നമ്മൾ റിഡക്ഷനും കണ്ടു, ഓക്സിഡേഷനും കണ്ടു. സോ വാട്ട് ഇസ് ദിസ്? എ റിഡോക്സ് റിയാക്ഷൻ. ഇറ്റ് ഇസ് എ റിഡോക്സ് റിയാക്ഷൻ. ഗോട്ട് ഇറ്റ്? സോ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? കാർബൺ ഇവിടെ ഓക്സിഡൈസ്ഡ് ആയി. ഓക്കെ, ഇവിടെ Zn, സിങ്ക് എന്തോ റിഡ്യൂസ് ആയി. ഓക്കെ, Zn has been reduced, zinc has been reduced, and carbon has been oxidized because oxygen ഇവിടെ ആഡ് ആയി, ആൻഡ് ഇവിടെ സിങ്ക് ഓക്സിജൻ റിഡ്യൂസ് ആയി. നെക്സ്റ്റ് ഇസ് MnO2. ഇവിടെ ഓക്സിജൻ ഉണ്ടായിരുന്നു, ഇവിടെ വന്നപ്പം Cl2 ആഡ് ആയി, വിച്ച് ഇസ് ഓക്സിജൻ എന്തുവാ? റിഡ്യൂസ് ആയി പോയി. സോ Mന്റെ കൂടെ എന്തോ നടന്നിരിക്കുന്നത്? റിഡക്ഷൻ ആണ് നടന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഇവിടെ നോക്കിയാൽ നമ്മൾ 4HCl ആയി, ഇവിടെ വന്നപ്പോൾ എന്തോ ഓക്സിജൻ ആഡ് ആയി. സോ ഇവിടെ എന്തോ ഓക്സിഡേഷൻ ആണ് നടന്നിരിക്കുന്നത്. So from the above reaction, we can say that if a substance gains oxygen or loses hydrogen during a reaction, it is oxidized. If a substance loses oxygen and gains hydrogen, then it is a reduced reaction. Okay. So in this എന്താ പറഞ്ഞിരിക്കുന്നത്? that ഒരു reaction, oxidation reaction എന്തോ നടക്കുന്നത്? ഓക്സിജൻ ഗെയിൻ ചെയ്യും, ഹൈഡ്രോജൻ ലൂസ് ചെയ്യും. ഓക്കെ, ഓക്സിജൻ ആണ് ഇത് ഗെയിൻ ചെയ്യും, ഹൈഡ്രോജൻ ലൂസ് ചെയ്യും. then it is what an oxidation reaction. but then in reduction reaction, ഓക്സിജൻ ലൂസ് ചെയ്യും, ഹൈഡ്രോജൻ ഗെയിൻ ചെയ്യും. ഓക്സിജൻ ലൂസ് ചെയ്യും, ഹൈഡ്രോജൻ ഗെയിൻ ചെയ്യും. then it is a reduction reaction. Okay. So let us see some questions so that you don't have any doubts ഇല്ലാതെ കുറച്ച് questions നമുക്ക് നോക്കാം. So in third question, identify the substances that are oxidized and the substances that are reduced in the following reactions. ഈ രണ്ട് reactions നമ്മൾ പറയുന്നത് ഏതൊക്കെ substances ആണ് oxidized ആയത് and which has been reduced. Okay, so let us see. ഒരെണ്ണം I will explain to you, but the other one you have to do it as your homework. Okay, so first one നമുക്ക് നോക്കാം. ഇവിടെ എന്തുവാ? സോഡിയം. ഓക്കെ, സോഡിയം 4Na plus O2, ഇവിടെ O2 ഉണ്ട്. ബട്ട് ഇവിടെ എന്തുവാ? ഇവിടെ ഇത് റിഡ്യൂസ്ഡ് ആയി, ഇതിൽ ഓക്സിജൻ ഇല്ല. ഇവിടെ വന്നപ്പോൾ എന്തോ പറ്റിയത്? ഇതിൽ ഓക്സിജൻ ആഡ് ആയി. സോ സോഡിയം ഹാസ് ബീൻ ഓക്സിഡൈസ്ഡ്. Reduction ഇവിടെ നടന്നിട്ടില്ല. So we will leave that. Okay, and this one you have to do it as your homework. What is this? Homework. Okay, do it, complete it. And also tell me in the comment section what is your answer. So that is it. And corrosion and rancidity, ഇത് ഞാൻ next video for sure cover ചെയ്യും. It is like 5 minutes into the topic, but then this video it's really lengthy. You are also tired, I know. So in the next part I'm going to cover what? I'm going to cover corrosion and rancidity. It's like 5 minutes later. So yeah, that's it. And all these questions you have to practice at home. And if you have any doubts, you can feel free to ask me in the comment section. I'll surely reply. That's it. Thank you so much. Have a great day and study well. Thank you so much.